കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുകയാണ്, ദൈവത്തെ പാടിപ്പുകഴ്ത്തുകയാണ്. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഇപ്പം നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും എന്താണ് നമ്മുടെ ലക്ഷ്യം? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക. നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും. ദൈവതിരുസന്നിധി നിങ്ങളുടെ യോഗ്യത വർദ്ധിപ്പിക്കും. അപ്പോൾ ഉള്ള യോഗ്യതയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാരുണ്യ പ്രവൃത്തിയുടെയൊക്കെ ഒരു ലക്ഷ്യം. അതിൻ്റെ എന്താണ് യോഗ്യത വർദ്ധിപ്പിക്കണത്? ദൈവസ്നേഹം കൂട്ടണം. ഉടമ്പടി ചെയ്യാൻ എന്താണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്? അമ്മ വഴി ദൈവസ്നേഹം ഇനിയുള്ള കാലങ്ങളിൽ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഞാൻ ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷിയാകും. പറഞ്ഞ് ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷിയാകും. ഇനിയുള്ള കാലം മുഴുവനും ദൈവസ്നേഹത്തിൻ്റെ ഉടമ്പടി അഭിഷേക ശക്തിയുടെ സുവിശേഷ വേലയുടെ ദൈവവചന പ്രചാരത്തിൻ്റെ സാക്ഷിയായി യേശുക്രിസ്തുവിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ നമ്മൾ ആരാധനയിൽ അറിയണത് എന്താണ്? ഉടമ്പടി ആരാധനയിൽ ഉടമ്പടി ഫീച്ചേഴ്സാണ്, ഉടമ്പടിയുടെ മുഖമുദ്രകൾ. അതിലൊന്നാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫേസ്യസ് 2:8, സക്രിയ 4:6. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല കർത്താവിൻ്റെ ആത്മാവിനാൽ. ഈ വചനങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പിന്നെ പറഞ്ഞ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല കർത്താവിൻ്റെ ആത്മാവിനാൽ. സക്രിയ 4:6. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടി ചെയ്തിട്ട് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ ചൊരിയണമേ. സൈന്യത്താലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാൽ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അഭിഷേകത്താൽ, കൃപയുടെ അഭിഷേകത്താൽ ഉടമ്പടി ചെയ്ത മക്കളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. സൈന്യത്താലെയല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ക്രിസ്തനാളിൽ പിന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ക്രിസ്തനാളിൽ പിന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഇപ്പോൾ 2 ഉടമ്പടിയുടെ മുഖമുദ്രകൾ കണ്ട്, ഒന്നെന്താണ്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക, അല്ലേ? നമ്മുടെ ആധ്യാത്മിക യോഗ്യത വർദ്ധിപ്പിക്കുക. ആദ്യത്തെ എന്താണ്? നമ്മുടെ മെറിറ്റിലല്ല യോഗ്യത, ദൈവത്തിൻ്റെ ശക്തിയിൽ. മൂന്നാമത്തത് എന്താ ഉടമ്പടിയുടെ മുഖമുദ്ര? ടൈമാണ്. ഇവിടെ 2019 ഏറ്റവും വലിയ വെളിപാട് എന്താണ്?
ടൈം വെച്ച് പ്രാർത്ഥിക്കാനാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ സ്വാധീനമുണ്ട്. അത് സഭ ഒരു ഇൻഡിക്കേഷനാണ്. സഭ ഈ വിഷയം പഠിച്ച് ഇതിൻ്റെ സത്യാവസ്ഥകളെ പുറത്ത് കൊണ്ടുവരണം. അതിനാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സമയ സന്ദർഭങ്ങൾ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധമേ, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കള്, അവിടെ നിയോഗങ്ങള്, അവരുടെ സമയത്തില് ദൈവത്തിന്റെ ശക്തി ഇടണമേ, അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഇപ്പം ഷാരോണിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? ഷാരോൺ ന്യൂസിലൻഡിലെ വിസയ്ക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടി അല്ലേ? അപ്പം കിട്ടത്തില്ല എന്ന അവസ്ഥയായപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, നമുക്ക് അമ്മയുടെ കൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. ജപമാല ചൊല്ലി അമ്മയുടെ കൂടെ യാത്ര ചെയ്യാം. ആ യാത്ര അമ്മയുടെ കൈ പിടിച്ച് കരം പിടിച്ച് അമ്മയുടെ കരം ഗ്രഹിച്ച് ജപമാല ചൊല്ലി യാത്ര ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു, ഡേറ്റ് ഇട്ടേക്കാൻ പറഞ്ഞു. ഉടനെ ഷാരോൻ്റെ അമ്മ അവളോട് തിരിഞ്ഞ് പറഞ്ഞു, ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഡേറ്റ് ഇടുക. ഉടനെ ഡേറ്റ് ഇട്ട്. ജവമാല റാലിയുടെ ഉള്ളിൽ നടന്ന സംഭവമല്ലേ, ആ സാക്ഷി നമ്മൾ കേട്ടില്ലേ? ഡേറ്റ് ഇടുക. എന്താ അവൾ ഡേറ്റ് ഇട്ടത്? നവംബർ 26. ആ നവംബർ 26 ഡേറ്റ് ഇട്ടിരിക്കുകയാണ്. ആർക്ക് കൊടുക്കുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മ വഴി സമയം കർത്താവിന് സമർപ്പിക്കും. ഈ ഡേറ്റ് ഇടുന്നത് 6 മാസമേ ആയുള്ളെന്ന് തോന്നണം. ഈ സമയത്തിൻ്റെ മേൽ അമ്മയുടെ അധികാരം ഉണ്ടായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവിക്കുന്നത് അത് ഷാർപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അപ്പോൾ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ സമയം നമുക്ക് നിശ്ചയിക്കാനുള്ള അധികാരമായിട്ട് മാറും. അധികാരം ഒരു വിഷയമാണ്. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ. ശത്രു എപ്പോഴും നമ്മുടെ സമയത്തെ വെച്ചാണ് നമ്മളെ ആക്രമിക്കുന്നത്. സമയം ചിലപ്പോൾ ശത്രുവിൻ്റെ ശക്തി കൂടിയായിട്ട് വരും. അതുകൊണ്ടാണ് ലൂക്ക 10:19 പറയണത്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ഒന്ന് പറഞ്ഞേ, ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. ഈ അധികാരം അമ്മയ്ക്കുള്ള അധികാരമാണിത്. ഹവ്വ സാത്താൻ വഞ്ചിച്ചപ്പോഴേ സാത്താൻ്റെ തല തകർക്കാൻ വേണ്ടി അമ്മയ്ക്കാണ് പാമ്പിൻ്റെ തല തകർക്കാനുള്ള അധികാരം കൊടുത്തത്. ആ അധികാരം കൈമാറുകയാണ്. എങ്ങനെയാണ്? കർത്താവിൻ്റെ രക്ഷാകര സംഭവത്തിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന അധികാരം വിശ്വാസി കൈമാറുന്ന കൈ ഇടിച്ച് കർത്താണ്. ദൈവമേ, സമയ സന്ദർഭ അധികാരമുള്ള അമ്മേ, കനായിൽ എന്ന പോലെ സമയബന്ധിതമായി ഈ മക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേൽ സൈന്യാധിപേ മണ്ണിൽ എന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിൽ എന്റെ തേരു തെളിക്കാം. ഓരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിലെന്നു തറയ്ക്കാം. ഓരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിലെന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. എൻ്റെ പേര് നീതു. ഞാനിപ്പോൾ വരുന്നത് കോട്ടയത്തു നിന്നാണ്. 4.5 വർഷമായിട്ട് ഞാൻ UK ഫാമിലിയായിട്ട് അവിടെ സ്ഥിരതാമസമാണ്. ഇത് എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. 2019 ജൂലൈ 3 തുടങ്ങി ഞാൻ ഉടമ്പടിയിലാണ്.
എൻ്റെ ഇതിന് മുമ്പത്തെ ഉടമ്പടി സാക്ഷ്യത്തിൽ എനിക്ക് UK പോകാൻ മാതാവ് വഴി ഈശോ അനുഗ്രഹിച്ച സാക്ഷ്യം ഞാനിവിടെ അൾത്താരയിൽ കയറി പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും എനിക്ക് രണ്ടാമത്തെ ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു അവസരമല്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാനിപ്പോൾ UK നിന്ന് വന്നിരിക്കുന്നത് ഒരു എമർജൻസി ലീവ്, അതായത് ഒരു മാസമായിട്ട് എനിക്ക് പെട്ടെന്ന് നടുവിന് കലശലായ വേദനയുണ്ടാവുകയും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ, ഞാൻ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു UK. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അതുമാതിരി നടുവേദന ഉണ്ടാവുകയും അതേ തുടർന്ന് ഞാൻ സിക്ക് ലീവ് എടുത്ത് അവിടെ ഡോക്ടറെ അവിടെ ജനറൽ പ്രാക്ടീഷണറെ കണ്ട് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കുക, പെയിൻ കില്ലേഴ്സ് എടുക്കുക. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും എനിക്കൊരു കുറവും ഇല്ല, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റണില്ല. എനിക്ക് 2 പിള്ളേരുണ്ട്, ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റണില്ല, ഒന്നും പറ്റണില്ല. അപ്പം ഞാൻ പിന്നീട് അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറെ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ റേഡിയേറ്റിംഗ് ഉള്ള കാരണം MRI ചെയ്യാം. MRI ചെയ്തു. MRI ചെയ്തപ്പോൾ അവർ പറഞ്ഞു 3 സ്ഥലത്ത് ഡിസ്ക് ബൾജുണ്ട് സ്പൈനൽ കോഡിൽ. അതുപോലെ തന്നെ അവർ സ്പൈനൽ കോഡിൻ്റെ MRI ആണ് ചെയ്തെങ്കിലും ഇൻസിഡൻ്റൽ ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് തലയിൽ ഹെഡിൽ ഒരു സിസ്റ്റ്, എൻലാർജ്ഡ് സിസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ അത് അവർ ആ MRIയിൽ നോട്ടിഫൈ ചെയ്യുവാണ്. അപ്പോൾ അതിനുവേണ്ടി ഫർദർ അപ്പോയിൻമെൻറ്റ്, ഇത് നേരത്തെ അറിയാൻ മേലാത്ത കാര്യമാണെങ്കിൽ ഫർദർ അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവർ നോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു കാര്യമായിരുന്നു, ഈ സിസ്റ്റ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ആ റിപ്പോർട്ട് ഡോക്ടർ കണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വീണ്ടും അവരെ ഫിസിയോതെറാപ്പിക്ക് റെഫർ ചെയ്തു ഈ നടുവേദനയ്ക്ക് വേണ്ടി. പക്ഷേ ഫിസിയോതെറാപ്പിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ 1 മാസം കഴിയും. അതുപോലെ ഒരു ഓർത്തോ ഡോക്ടറെ കാണണമെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഈ സിസ്റ്റം നിൽക്കുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറുപ്പം തൊട്ടേ തലവേദന ഉണ്ടാകാറുണ്ട്, സൈനസൈറ്റിസ് ഉണ്ടാകാറുണ്ട്. അത് സൈനസൈറ്റിസിൻ്റെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഈ റിപ്പോർട്ടിൽ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുക. ഞാൻ ഓൾറെഡി NRI ഉടമ്പടി ആയതുകൊണ്ട് 1 കൊല്ലമാണ് അതിൻ്റെ ഇതെങ്കിലും എനിക്ക് പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തോന്നുക. ഓൺലൈൻ ഉടമ്പടി എടുത്തു, ഈ നിയോഗം വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് എന്നെ തോന്നിപ്പിക്കുകയാണ് പെട്ടെന്ന് നാട്ടിലോട്ട് പോവുക, നാട്ടിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെ കഴിഞ്ഞ മാസം 13-13 തീയതി ഞാൻ നാട്ടിൽ വന്നു. ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് നടുവേ അത്രയും ട്രാവൽ ചെയ്ത് വന്നെങ്കിലും ഞാൻ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നീട് പിറ്റേ ദിവസം റിപ്പീറ്റ് MRI ചെയ്തു. റിപ്പീറ്റ് MRI ചെയ്തപ്പോൾ ഈ സെയിം ഡിസ്ക് ബൾജും ഉണ്ട്, അതിൻ്റെ കൂടെ പ്രൊട്രൂഷനും ഉണ്ട്, അതുപോലെ തന്നെ തലയിലെ സിസ്റ്റം അതേപടിയുണ്ട്. അപ്പം നടുവേദനയാണ് അന്നപ്പം നിൽക്കണത്. സിസ്റ്റിൽ എനിക്ക് വേറെ സിംറ്റംസ് ഒന്നുമില്ല. അപ്പം നടുവേദന ആദ്യം ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു 10 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് നേരത്തെ ഉണ്ടതിലും കൂടുതൽ പെയിൻ അനുഭവപ്പെടുക. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈശോ ഇത് എന്തോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല മാതാവ്, ഞാൻ നിൻ്റെ തീരുമാനപ്രകാരമല്ലേ ഞാനിങ്ങനെ വന്നേ, അങ്ങനെ അതിനല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ, എന്നിട്ട് എന്തിനാണ് എനിക്കിങ്ങനെ വേദന തരുന്നതെന്ന് ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ദൈവം എൻ്റെ അടുത്ത് ഈശോ എൻ്റെ അടുത്ത് തോന്നിപ്പിക്കുവാണ് മരുന്നോ ലേവന ഔഷധമോ അല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അന്ന് രാത്രിയിൽ മുഴുവൻ ഞാനിതിങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേന്ന് ഞാൻ ഡെയിലി ബ്രെഡിന് കാണാൻ വേണ്ടി 5:30 ആയപ്പോൾ എഴുന്നേറ്റു. ഞാൻ ഡെയിലി ബ്രെഡും കഴിഞ്ഞു, ഒരു കൊന്തയും ചൊല്ലി ഞാൻ കടന്നു. അപ്പോൾ ആ കലശലായ വേദന വന്ന നൈറ്റിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചു എൻ്റെ ഈശോ ഇവിടെ വന്നിട്ട് ഈ ട്രീറ്റ്മെൻ്റ് ഒന്നും എനിക്കൊരു പ്രയോജനവും ഇല്ല, എനിക്ക് അച്ഛൻ്റെ ഒരു കയ്പ്പ് ശുശ്രൂഷ വഴി എനിക്ക് സൗഖ്യം കിട്ടും. പക്ഷേ എനിക്ക് അന്നേരപ്പം ട്രാവൽ ചെയ്ത് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. എന്നെ ആരും സമ്മതിക്കത്തില്ല, എന്നെ ഇവിടെ അത്രയും ദൂരം ഇവിടെ വന്ന് ട്രാവൽ ചെയ്യാമെന്ന് ആരും സമ്മതിക്കില്ല. പക്ഷെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു. പിന്നെ ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡെയിലി ബ്രെഡ് കണ്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയപ്പം എനിക്ക് ജോസഫ് അച്ഛനെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ്. അച്ഛൻ എനിക്കറിയാവുന്ന ഒരു ഇടവക പള്ളിയിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കുക. അപ്പോൾ ധ്യാനിപ്പിച്ചപ്പം
ധ്യാനിപ്പിച്ച് ഞാൻ ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുർബാന സ്വീകരണമായപ്പോൾ അച്ഛൻ്റെ ലൈനിലല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും അവസാനം വന്നപ്പം ഞാൻ അച്ഛൻ്റെ ലൈനിൽ വന്നു. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ഈശോയെ, ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയാൽ അച്ഛൻ കൈ പിടിച്ചിരിക്കുന്ന കാസ പിടിച്ചിരിക്കുന്ന ആ കയ്യിലൊന്ന് തൊട്ട് അന്നേരപ്പം എനിക്ക് ഒരാശ്വാസം ലഭിക്കും. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. അച്ഛൻ്റെ അടുത്ത് കുർബാന സ്വീകരിക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിലൊന്ന് തൊട്ടു. അതേ തുടർന്ന് അച്ഛൻ എനിക്ക് കുർബാനയും തന്നു. കുർബാന തന്ന് കഴിഞ്ഞ് അത് റിയലായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുക. ആ കുർബാന എനിക്ക് തന്ന പുറകെ എനിക്ക് ശരീരം മുഴുവൻ അങ്ങൊരു അനുഭവം ഉണ്ടാവുകയാണ്. എന്നിട്ട് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഞാൻ വേറെ എന്തൊക്കെയോ അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുവാണ്, ഈശോ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ. അപ്പോൾ അന്ന് തുടങ്ങി എനിക്ക് നടുവേദനയ്ക്ക് നല്ല മാറ്റം തുടങ്ങി. പിന്നീട് എൻ്റെ അടുത്ത് ഇങ്ങനെ തോന്നിക്കുകയാണ്, ഈ സിസ്റ്റിൻ്റെ കാര്യം അവിടെ ചെന്നാൽ ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തില്ല, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം ഒരു ENT ഡോക്ടറെ, കാരണം അത് സൈനസിൻ്റെ സ്ഥലത്താണ് ആ സിസ്റ്റ് കാണിച്ചേക്കുന്നത്, എന്നാൽ ഒരു ENT ഡോക്ടറെ കാണിച്ചേക്കാം അന്നും പറഞ്ഞുകൊണ്ട് ENT ഡോക്ടറെ ഞാൻ പോയില്ല, അമ്മ കൊണ്ട് ഈ MRI റിപ്പോർട്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു MRIയിൽ നമുക്ക് ഇതല്ല, നമുക്ക് CT കോൺട്രാസ്റ്റ് വെച്ച് ചെയ്യണം. അങ്ങനെ CT കോൺട്രാസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ CT കോൺട്രാസ്റ്റ് ചെയ്തു. ഈ ENT ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടറുടെ പേര് വിനോദ് എന്നാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ആ റിപ്പോർട്ടിനകത്ത് ഞാൻ നോക്കിയിട്ടും അതിൻ്റെ അകത്ത് സിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല, ബട്ട് ഒരു സൈനസൈറ്റിസിന് ഇൻഫ്ലമേഷൻ അങ്ങനത്തെ ഫൈൻഡിങ്സേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറെ കാണിച്ചു പറഞ്ഞു. ഡോക്ടറും പറഞ്ഞു ഇതിനകത്ത് സിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, പക്ഷേ സൈനസൈറ്റിസ് അതിന് മരുന്ന് തരാം, അത് കഴിച്ചാൽ മതി, അത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് മനസ്സിലാക്കുന്നില്ല. പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഈ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ എപ്പോഴും കേട്ടോണ്ടിരുന്നത് ഇവിടുത്തെ സാക്ഷ്യങ്ങളും ഇവിടുത്തെ ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെയാണ്. അപ്പം കൂടുതലായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് മാതാവ് തോന്നിക്കുകയാണ്, നീ പോകുന്നതിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടേ പോവാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം, അതായത് ഒരാളുടെ ചെവിയുടെ കാഴ്ചയ്ക്ക് 20% ഉണ്ടായിരുന്നുള്ളൂ കേൾവി. പിന്നെ ഡോക്ടർ വിനോദിനെ ആക്സിഡൻ്റലി അവർ ചെന്ന് കണ്ടപ്പോൾ ആ ഡോക്ടർ അവരുടെ കാഴ്ചയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പം ഞാനും ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ, ഞാനും വിനീതെന്ന് പറഞ്ഞ ഡോക്ടറാണല്ലേ കണ്ടേ, ആ ഡോക്ടർ തന്നെയാണല്ലോ എൻ്റെ അടുത്ത് സിസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ ജോസഫ് അച്ഛനെ ആ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ അനുഭവങ്ങളും ഈ സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കണം, ഈശോയെ, എനിക്ക് ആ സംഭവം കഴിഞ്ഞ് പിന്നെ മാതാവ് എൻ്റെ സിസ്റ്റർ എടുത്ത് കളഞ്ഞു. അപ്പം അതും സാക്ഷ്യത്തിൽ പറയണമെന്ന് എന്നെ മാതാവ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത്ഭുതകരമായി അങ്ങനെ എൻ്റെ തലയിൽ ആ സിസ്റ്റ് മാതാവ് വഴി ഈശോ മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ നടുവിലെ വേദന എനിക്ക് ഒത്തിരിയും കുറവുണ്ട്, ഒരു 90% കുറവുണ്ട്. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എനിക്ക് ഇനി പഴയ പോലെ ജോലി ചെയ്യാനും എൻ്റെ ഡ്യൂട്ടിയും ചെയ്യാനും എൻ്റെ പിള്ളേരെ നോക്കാനും ഒക്കെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തിങ്കളാഴ്ച തിരിച്ച് UK പോവുകയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് UK ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചതിനാണ്. 2023 മുതൽ ഞങ്ങൾ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ആദ്യം അതിനുള്ള അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ബട്ട് ആദ്യത്തെ തവണ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് മെറിറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ലോൺ സാങ്ഷനാണ്, വെക്കാനുള്ള ഡിപ്പോസിറ്റ് ഉണ്ട്. അന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശോയെ, മാതാവ് ഇതുവഴി നടത്തും, അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെ ഒരു വീടിന് കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. അതിൻ്റെ കീ ഡിസംബർ 14 2023 കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ബട്ട് അവസാന ആഴ്ചയായപ്പോൾ അത് പറയുവാണ്, ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇത് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഞങ്ങളുടെ സോളിസിറ്റർ ഞങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. സോളിസിറ്റർക്ക് കൊടുത്ത പൈസയൊക്കെ നഷ്ടമായി. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതായിരുന്നു, പക്ഷേ അതങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നാലും വിചാരിച്ചു, മാതാവ് ഇതിലും നല്ലത് ഞങ്ങൾക്ക് തരും. അങ്ങനെ വീണ്ടും അതിനുവേണ്ടി വീണ്ടും അന്വേഷിച്ച് തുടങ്ങി. ഞാൻ ഉടമ്പടിയിൽ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്നു, ഉടമ്പടി പുതുക്കി, ഉടമ്പടിയിൽ ഈ കാര്യം വെച്ചു. നാട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഘടികാരം നെഞ്ചിൽ ചാർത്തിയ മാതാവുണ്ട്, ആ മാതാവിൻ്റെ അവിടെ പോയി മുത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോ, ഈ വീട് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ലീവ് കഴിഞ്ഞ് ചെന്നു. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയി.
അവസാനം ഇതുപോലെ വീണ്ടും ഒരു തടസ്സം ഉണ്ടാവുകയാണ്, ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ഓണർ. അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഞങ്ങളുടെ മോർഗേജിൻ്റെ വാലിഡിറ്റിയും തീരാറായി. അപ്പോൾ ഞാനിങ്ങനെ വിശുദ്ധ കുർബാന, അവിടെ ഇംഗ്ലീഷ് കുർബാന 12 മണിക്കുണ്ട്. അപ്പം ഞാൻ ആ കുർബാനയിൽ പോയി പങ്കെടുക്കുക. അപ്പോൾ അന്ന് അച്ഛനവിടെ വായിച്ച സുവിശേഷം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, ആ ഒരു വാക്യം മാത്രം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തട്ടി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 9 വാക്യം, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ ഞാനന്ന് വിശ്വസിക്കുവാണ്, ഈശോയെ ഇന്ന് എൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകും, എന്താണെങ്കിലും ഒരു തീരുമാനമുണ്ട്. അന്ന് വീട്ടിൽ ചെന്നു. അന്ന് ഞങ്ങൾക്ക് മെയിൽ വരുവാണ്, അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് കീ കിട്ടും. അങ്ങനെ ഡിസംബർ 14 പ്രത്യക്ഷീകരണത്തിൻ്റെ 10ാം വാർഷികമൊക്കെ നടന്ന ആ സമയത്ത്, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, ഡിസംബർ 7 അല്ലേ 14, ആ സമയത്ത് 14-ന് ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു 2024. അങ്ങനെ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് ഒരു നല്ല ഭവനം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ ഭവനം ഞങ്ങൾക്കൊരു പള്ളിയുടെ അടുത്താണ് കിട്ടിയത്. ആ പള്ളിയുടെ പേര് മാതാവിൻ്റെ നാമത്തിലുള്ളൊരു പള്ളി, സെൻറ്റ് മേരീസ് ആർസി ചർച്ച്, അതിന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പള്ളിയുടെ അടുത്താണ് ആ ഭവനം കിട്ടിയിരിക്കുന്നത്. അതുപോലെ ആ ഭവനം കിട്ടിയിരിക്കുമ്പോൾ അതിന് മാതാവ് അത്രയും ലേറ്റ് ആക്കിയതിനുള്ള ഒരു കാരണം അന്നപ്പം ഞാൻ ചിന്തിച്ചെടുക്കുമായിരുന്നു. കാരണം ആദ്യത്തെ വീട് എടുത്തിരുന്നെങ്കിൽ അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6.5 ഒക്കെ ആയിരുന്നു. പക്ഷേ അത് പിന്നീട് കുറഞ്ഞു വന്ന് ഞങ്ങൾ ഈ വെയിറ്റിംഗ് ടൈമിൽ കുറഞ്ഞ് അവസാനം ഞങ്ങളുടെ പ്രോസസ്സിങ് ആയപ്പം 4.5 ആയി. അതുപോലെ അങ്ങനെ മാതാവ് ഞങ്ങൾ ഒരുക്കുമായിരുന്നു, ഞങ്ങളുടെ ഡിപ്പോസിറ്റ് കൂട്ടി. അപ്പം ഈ കിട്ടിയിരിക്കുന്ന വീട്ടിൽ കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആരുടെ അടുത്തൊന്നും കടമൊന്നും വാങ്ങാതെ ആ പണിയെല്ലാം ചെയ്ത് ഈ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഞങ്ങൾക്ക് ആ വീട് സ്വന്തമാക്കാൻ സാധിച്ചു. പിന്നീട് നമ്മൾ UK ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡായിട്ടാണ് ഒരു വാഹനം വാങ്ങിക്കുന്നത്. കുറച്ച് നാളത്തേക്കാണ് വാങ്ങുന്നത്. അപ്പോൾ വീടൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചു, ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചൊന്നുമില്ല, ഇങ്ങനെ ആഗ്രഹിച്ചു ഈശോയെ ഒരു വാഹനം കൂടെ. കാരണം ഈ പഴയ വാഹനമാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ അടയ്ക്കണം. അപ്പോൾ ആ വാഹനം കൊടുത്തൊരു പുതിയ വാഹനമാണെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ നാത്തൂൻ, ആൾ UK ആളിവിടെ വന്നപ്പം ആളുടെ അടുത്ത് ഞാൻ ചുമ്മാ പറഞ്ഞു, മാതാവിൻ്റെ ഒരു കീ ചെയിൻ വാങ്ങിച്ചിട്ട് വരണം. ഞാനിങ്ങനെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. അപ്പോൾ കീ ചെയിൻ വാങ്ങിച്ചിട്ട് വരണം. ആൾ കീ ചെയിൻ വാങ്ങിച്ച് എനിക്ക് കൊണ്ട് തന്നു. പിന്നീട് എന്താ നടന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു തോട്ടുണ്ട്, ഞങ്ങൾക്ക് NHSന്ന് ഇങ്ങനെ ലീസ് ഹോൾഡിൽ വാഹനം എടുക്കാം. അങ്ങനെ ഒരു വാഹനം ഞങ്ങൾക്ക് കിട്ടി. അതിൽ മാതാവ് തന്നെ തന്ന് ആ വാഹനത്തിൻ്റെ കളറ് തനി ഗ്രേ കളറാണ്. മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയാണ് ഞങ്ങൾക്ക് ആ വാഹനവും ലഭിച്ചത്. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ നാത്തൂൻ ഇവിടെ വരുമ്പോഴും അല്ലെങ്കിൽ അമ്മയോടും പറയും, ഇവിടെ വന്നിട്ട് പത്രം വാങ്ങിച്ച് ആരുടെ കയ്യിലെങ്കിലും കൊടുത്തു വിടുക, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവർ വരുമ്പോൾ കൊടുത്തു വിടാൻ പറയും. അപ്പോൾ ആദ്യമൊക്കെ മലയാള പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മലയാളം കുർബാന നടക്കുന്ന പള്ളിയുണ്ട്. അപ്പോൾ അവിടെയാണ് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ അവിടെ ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന പള്ളിയാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചു കഴിഞ്ഞ് എനിക്ക് ഭയങ്കര മടിയായി. ഈശോയെ, ഈ ഇംഗ്ലീഷുകാരെന്ത് പറയും, ഞാൻ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക അവരെ? അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ കൊണ്ടുപോയെങ്കിലും, കുർബാനയ്ക്ക് കൊണ്ടുപോയെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് അതിനുള്ള ധൈര്യം വന്നില്ല. പിന്നീട് ഈ നടുവേദന ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ, അതാണ് ദൈവം നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ നടുവേദന ഇങ്ങനെ തന്നപ്പോൾ എനിക്ക് തോന്നിക്കുകയാണ്, ഈ പത്രം നീ എത്രയും പെട്ടെന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ പത്രം എടുത്തു. അന്ന് കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ കുർബാന കഴിഞ്ഞ് ഓരോരുത്തർ ഇറങ്ങി വരുമ്പോൾ ഞാൻ പറയുകയാണ്, ഐ എം എ മരീൻ മിഷണറി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മരീൻ അപ്പാരിഷ്, ഇറ്റ്സ് ഹാപ്പൻ ഇൻ കേരള എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അറിയത്തില്ല എനിക്ക് എങ്ങനെയൊക്കെ അങ്ങനെ പറയാൻ പറ്റിയെന്ന്. അവരെല്ലാവരും ഓരോരുത്തരോട് പറയുന്ന എല്ലാവരും നിന്ന് കേൾക്കുക. അവർ പറഞ്ഞ് കേട്ട് അവർക്ക് ഞാൻ ഓരോ പത്രവും കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും എൻ്റെ മൂത്ത മകനും നിന്നാണ് കൊടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ആൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത്ര വിശ്വാസമില്ല ഉടമ്പടിയിൽ. വിശ്വാസമുണ്ട്, എന്നാൽ അതിനെതിരും ഒന്നുമല്ല. പക്ഷെ ആളും ഇളയ മകനും മാറി നിൽക്കുക. അപ്പം എൻ്റെ മൂത്ത മകനുണ്ട് എൻ്റെ കൂടെ കൊടുക്കാൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി മകനോട് പറയുകയാണ്, നിൻ്റെ അമ്മ ഷീസ് എ മരീൻ മിഷണറി, സോ ടേക്ക് കെയർ ഓഫ് ഹർ എന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞ് ഏൽപ്പിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ പ്രത്യേക ഒരു സംരക്ഷണം പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസരമായിരുന്നു അതൊക്കെ.
കാരുണ്യപ്രവർത്തികൾ ഞാൻ അമ്മ വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മ പറയും ഇനിയാൾ ആശുപത്രിയിലാണ്, ഇനിയാൾ വെന്റിലേറ്ററിലാണ്, അപ്പോൾ അവർക്ക് അങ്ങനെ സഹായം കൊടുക്കും. അതല്ലാതെ അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് അമ്മയോട് പറയും മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്, അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വാർഡിൽ പോയിട്ട് അർഹതയുള്ളവർക്ക് ഈ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് അമ്മേനെ അങ്ങനെ ഏൽപ്പിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ എൻ്റെ പിള്ളേർ ദിവസേന ഞങ്ങൾ ഒരു ദിവസം പോലും പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഇപ്പം എവിടെയെങ്കിലും യാത്രയിൽ പോകുകയാണെങ്കിലും ഞങ്ങൾ വണ്ടിയിലിരുന്ന് കൊന്ത എത്തിക്കാതെ കിടക്കത്തില്ല അന്നത്തെ ദിവസം. അപ്പോൾ മക്കളുണ്ടെങ്കിൽ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നതാണെങ്കിൽ അവരുഴപ്പ്. അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്ന പണ്ട് തുടങ്ങി ഇവിടെ ജെറീക്കോ പ്രാർത്ഥന തുടങ്ങിയ അവസരം തൊട്ടേ ഞാൻ കുഞ്ഞു കൊച്ചിൻ്റെയിൽ ഈശോയുടെ ക്രൂശ് രൂപം കൊടുക്കും, മകൻ്റെയിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊടുക്കും, രൂപം കൊടുക്കും. ഞാൻ തിരിയും പിടിച്ച് ഞങ്ങൾ വീട് മുഴുവൻ ജെറീക്കോ പ്രാർത്ഥന ചൊല്ലിയാണ്. ആ രീതിയിലാണ് ഞങ്ങൾ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. കുർബാനയല്ല, കൊന്തയെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മുറിയിലും പോകും. അപ്പോൾ ആ പോകുന്ന അവസരത്തിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ മാതാവിനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന പാട്ടില്ലേ മരിയ തായെ, ആ പാട്ട് പാടി. അപ്പോൾ എൻ്റെ മൂത്തമ്മൻ എപ്പോഴും പറയും അമ്മേ ഈ പാട്ട് ഭയങ്കര ഇമോഷണലാണ്, എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ഈ പാട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. അമ്മ മാതാവിന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ. എനിക്ക് ഉടമ്പടിയിൽ നിന്ന് പുറത്തു പോകണമെന്നേ തോന്നുന്നില്ലേ. നാട്ടിലെ ഇവിടെ ലീവിന് വന്നാൽ എത്ര ദിവസം ഇവിടെ വരാൻ പറ്റുമോ അത്രയും ദിവസം വരാൻ ഞാനിവിടെ ആഗ്രഹിക്കും. അപ്പോൾ എൻ്റെ അച്ഛൻ പറയും എടി പ്രാർത്ഥനയൊക്കെ ആവശ്യമാണ്, പക്ഷേ അന്ധമായ പ്രാർത്ഥനയൊന്നും. അപ്പോൾ ഞാൻ അച്ചാച്ചനോട് പറയും എൻ്റെ വീട്ടിൽ വരുന്നതിലും എനിക്കിഷ്ടമാണ് കൃപാസനത്തിൽ. ഇപ്പം 3 ആഴ്ചയാണ് ലീവിന് വരുന്നെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാനിവിടെ വന്നിരിക്കും, ഒരു കൊന്ത ചെല്ലും, പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഈ ഉടമ്പടി ഇല്ലാതെ എനിക്കിനി മുന്നോട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ഉടമ്പടി തന്നെ നിലനിൽക്കുന്നതാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.